بعدين واحد نفر طرش ورا مالنا ها الحين وهنا بس تعال عندك لون دو عندك لون دو ഓക്കെ അസ്കറ മീനിന്റെ പൂരമാണ് ഈ ബക്കത്തുനിന്ന് പിടിച്ചാണ്. ഹലോ ഗൈസ്, അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് നമ്മൾ കൂട്ടുകാരന്മാർ റാസൽ കൈമേന്ന് വരുമ്പോൾ അവരുടെ കൂട്ടുകാരന്മാർ ഗിഫ്റ്റ് കൊടുത്തതാണ്. കണ്ട, ഒരു പെട്ടി നിറച്ചും നമ്മൾ അയിലപ്പാര, അത് കഴിഞ്ഞിട്ട് വറ്റ, കണ്ട പഞ്ഞീന, അതിൻ്റെ ഒക്കെ പഞ്ഞീന ഉണ്ടത്, പിന്നെ കണ്ട കൂന്തള്, പിന്നെ തിണ്ട ഒക്കെ. അപ്പൊ റാസൽ കൈമേന്ന് വരുമ്പോ അവന്റെ നമ്മളെ കൂട്ടുകാരന്റെ ഇക്ക കൊടുത്ത സാധനങ്ങളാണിത്. 2 പെട്ടി നിറച്ച് മീന്. അപ്പൊ പെരുന്നാൾ ആഘോഷിക്കുന്നോണ്ട് ഫലണ്ടായി. അതാ പിന്നെ ചെറിയ ഇതിന് ചൂടാന്നല്ല, വെത്തള് എന്നാണ് പറയാ, നമ്മളവിടെ ചൂടാന്നല്ലേ പറയാ. എന്തായാലും 2 പാത്രം. അപ്പൊ പെരുന്നാള് ഞങ്ങള് ഏകദേശം ഒരാഴ്ച ഫുള്ള് മീനെന്നെ തിന്നൂലേ, തിന്നു പൊളിക്കും. അപ്പൊ ഇതേപോലെ ഇടക്കിടക്ക് പെരുന്നാളുണ്ടായ നല്ല രസാല്ലേ. ഫുൾ ബോക്സ്. ഇത് നിങ്ങളെ നാട്ടില് ഇതിനെന്താണ് പറയുമോ? ഇതാണ് ഞങ്ങളവിടെ അയിലപ്പാര അല്ലേ? ഞങ്ങളവിടെ അയിലപ്പാര എന്നാണ് ഇതിനെ പറയാ. നിങ്ങള് കോട്ടക്കല ആ ഭാഗത്ത് കണയനെന്ന് പറയും, നമ്മളവിടെ മലപ്പുറം പുത്തമ്പള്ളി ആ ഭാഗത്തൊക്കെ അയിലപ്പാര എന്ന് പറയും. ഇപ്പൊ എന്തായാലും തകർക്കും ഞങ്ങള്. പെരുന്നാളായിട്ട് പൊളിച്ച്. ഇതിപ്പോ മിഞ്ഞാന്നാണോ ബോക്സില്? ഇതേപോലെ ഈ ബോക്സില് ഇന്നലെയാണോ? ഇന്നലെ എപ്പോഴാണിത്? 10 മണിക്ക് ബോട്ടിൽ നിന്ന് പിടിച്ചു കൊടുത്ത മീനാണ് ഇത് കേട്ടാ. എന്നിട്ട് ഇതില് ഐസ് ഇട്ട് കൊടുന്ന് കണ്ടാ, ഐസ് ഇട്ട് കൊടുന്നതാണ് ഇത് അബുദാബിക്ക്. ഈ ബോക്സിൽ ഇന്നലെ ഇരിക്കുന്നതാണ് ഈ ഐസ് ഇട്ടിട്ട്. ഇതുവരെ മീനിനൊരു കംപ്ലൈന്റ് ഒന്നുമില്ല, ഐസ് അലിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ മീന് ഇതേപോലത്തെ ബോക്സിലാക്കിയിട്ട് നമ്മൾ നാട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മീനൊരു കംപ്ലൈൻറ്റ് വരില്ല എന്ന് മനസ്സിലാക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ അമ്മാതിരി ചൂടാണ്, 50 ഡിഗ്രി ചൂടൊക്കെയാണ് അബുദാബിയിലൊക്കെ. എന്നിട്ടും ഇത് ഇന്നലെ കൊടുന്ന സാധനമാണ് കേട്ടോ. ഇന്നലെ രാവിലെ ബോക്സിൽ ഇതേപോലത്തെ ബോക്സിൽ ഐസ് ഇട്ട് വെച്ചതാണ്. ഇതുവരെ മീനൊരു കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ ഐസിനൊരു കംപ്ലൈൻറ്റ് വെച്ചിട്ടില്ല. അപ്പോൾ ഇതേപോലെ നമുക്ക് ഗൾഫിൽ നിന്നൊക്കെ മീൻ നാട്ടിലോട്ട് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഞങ്ങളതൊക്കെ പൊരിച്ചടിക്കട്ടെ ഗൈസ്. ഓക്കെ, അപ്പോൾ ഒരു പെട്ടി നിറച്ചും ഈത്തപ്പഴവും കിട്ടിയിട്ടുണ്ട്. പെരുന്നാളിന് ചെക്കന്മാർ റാസൽ ഗെയിമിൽ നിന്ന് പോയി വന്നപ്പോൾ 2 ചാക്ക അരിയും കൂടിയും കിട്ടി.